നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 386 പേർ സുഖം പ്രാപിക്കുകയും രാജ്യത്ത് പല ഭാഗങ്ങളിലായി 7 പേർ മരിച്ചതായും സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജ്യത്ത് ഇന്ന് 54,231 RT-PCR പരിശോധനകൾ നടന്നു. UAE-യിൽ 993 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1501 പേർ സുഖം പ്രാപിക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു. പുതുതായി നടത്തിയ 3,24,470 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,17,374 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,03,603 പേർ രോഗമുക്തരാകുകയും 2,039 പേർ മരണപ്പെടുകയും ചെയ്തു. ഒമാനിൽ നിന്ന് പുറത്തുപോകുന്ന യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ പ്രവേശിക്കുന്നതിന് വാക്സിനേഷൻ നിർബന്ധമാക്കില്ലെന്ന് ഒമാൻ എയർപോർട്ട് വിഭാഗം അറിയിച്ചു. ഒമാനിലെ വിമാനത്താവളങ്ങളിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും വാക്സിനേഷൻ നിർബന്ധമാണെന്ന് തിങ്കളാഴ്ച ഒമാൻ എയർപോർട്ട്സ് അതോറിറ്റി പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇനി ഈ നിബന്ധന ബാധകമില്ലെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് സന്ദർശനത്തിനായെത്തുന്ന ഇന്ത്യ പാകിസ്ഥാൻ പൗരന്മാരുടെ യാത്രാരേഖകൾ സംബന്ധിച്ച് എമിറേറ്റ്സ് എയർലൈൻസ് പുതിയ വിജ്ഞാപനം ഇറക്കി. 2 വാക്സിൻ എടുത്ത വിദേശ സഞ്ചാരികൾക്ക് മാത്രമായിരിക്കും എമിറേറ്റ്സ് എയർലൈൻസിൽ യാത്ര ചെയ്യാനാകൂ എന്ന് എമിറേറ്റ്സിന്റെ വെബ്സൈറ്റിൽ പറയുന്നു. UAE-യിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് GDRFയുടെ അംഗീകാരം ആവശ്യമില്ല. ബംഗ്ലാദേശ്, ഇന്ത്യ, നൈജീരിയ, പാകിസ്ഥാൻ, ശ്രീലങ്ക, സൗത്ത് ആഫ്രിക്ക, ഉഗാണ്ട, വിയറ്റ്നാം, സാംബിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർ നിർബന്ധമായും മന്ത്രാലയം പറഞ്ഞിരിക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അധികൃതർ അറിയിച്ചു. UAE-യിലുടനീളം PCR പരിശോധനയുടെ നിരക്ക് കുറച്ചു. ഇനി മുതൽ 50 ദിർഹമായിരിക്കും കോവിഡ് പരിശോധനയ്ക്ക് ഈടാക്കുക. സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സെന്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കോവിഡ് പരിശോധന നടത്തുമെന്ന് അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനി അറിയിച്ചു. രാജ്യത്തെ എല്ലാ മെഡിക്കൽ സ്ഥാപനങ്ങളിലും കോവിഡ് പരിശോധനയ്ക്ക് പുതിയ ഏകീകൃത നിരക്കായിരിക്കുമെന്നും നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. പരിശോധനാ ഫലം 24 മണിക്കൂറിനുള്ളിൽ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് 31 മുതൽ പ്രാബല്യത്തിൽ വരും. സൗദി അറേബ്യയിലെ അബഹ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. ഒരു യാത്രാ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇത് 2ാം തവണയാണ് അബഹ വിമാനത്താവളത്തിന് നേരെ ആക്രമണമുണ്ടാകുന്നതെന്ന് ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൂടുതൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒമാൻ. അധ്യാപന രംഗത്ത് കൂടുതൽ സ്വദേശികളെ നിയമിക്കാനുള്ള തീരുമാനം എത്തി. 997 തൊഴിലവസരങ്ങളാണ് സ്വദേശികൾക്കായി തൊഴിൽ മന്ത്രാലയം പുതുക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫീൽഡ് അധ്യാപകരുടെ വിഭാഗത്തിലാണ് ഒഴിവുകൾ ഉള്ളത്. 492 ഒഴിവുകളാണ് ഈ വിഭാഗത്തിലുള്ളത്. അറബിക് 68, കെമിസ്ട്രി 26, കണക്ക് 20, ഫിസിക്സ് 34, ബയോളജി 67, മ്യൂസിക് 107 എന്നിങ്ങനെയാണ് അധ്യാപകരുടെ ഒഴിവുകൾ. ഗൾഫ് എസ്റ്റേറ്റ്സ് മെട്രോ സ്റ്റേഷൻ RTA അതായത് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നാളെ ഉദ്ഘാടനം ചെയ്യും. ദുബായ് മെട്രോയിലെ ഏറ്റവും വലിയ ഭൂഗർഭ മെട്രോ സ്റ്റേഷനാണിത്. 232 മീറ്റർ ഉയരമുള്ള സ്റ്റേഷന് 28,700 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട്. ഒമാനിൽ മതിയായ രേഖകളില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്ക് സ്വന്തം നാടുകളിലേക്ക് മടങ്ങുന്നതിനുള്ള പദ്ധതി സെപ്റ്റംബർ 30 വരെ നീട്ടി. ഇത് 7ാം തവണയാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം കാലാവധി നീട്ടി നൽകുന്നത്. ഒമാനിൽ മതിയായ രേഖകളില്ലാത്തവർക്ക് രാജ്യം വിടുന്നതിനായി സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കാമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ഓഗസ്റ്റ് 31 വരെയാണ് കാലാവധി നൽകിയിരുന്നത്. ഇനിയും അനധികൃതമായി ഒമാനിൽ തങ്ങുന്നവരുണ്ടെങ്കിൽ ആനുകൂല്യം ഉപയോഗപ്പെടുത്തണം. സെപ്റ്റംബർ 1 മുതൽ വിമാനത്താവളങ്ങളിൽ വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമായിരിക്കും പ്രവേശനമെന്ന് ഒമാൻ വിമാനത്താവള കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സുപ്രീം കമ്മിറ്റി തീരുമാനപ്രകാരമാണ് നടപടി. യാത്രക്കാർക്കൊപ്പം സ്വീകരിക്കാനെത്തുന്നവർക്കും നിയമം ബാധകമായിരിക്കും. ഒമാനിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവർക്ക് തറാസുദ് പ്ലസ് ആപ്പിലെ വാക്സിൻ സർട്ടിഫിക്കറ്റ് വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ കാണിച്ചിരിക്കണം. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വാക്സിനേഷൻ ആവശ്യമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.